വയൽ പറയാന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നല്ല. അത് അല്ലാഹു തആല ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ്. ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് 92, 93 കാലം 1992, 93 ഞാൻ മർക്കസിലെ സ്റ്റുഡൻ്റാണ്, സഖാഫിക്ക് പഠിക്കാൻ. അപ്പോൾ ബുഖാരി ക്ലാസ് എടുക്കുന്ന ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവർകൾ മുന്നിലെ സഫിൽ ഞാനാണ്. അന്ന് ഇഹ്യാഉസ്സുന്ന എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡൻറ്റും ഞാനാണ് അവിടുത്തെ മർക്കസിലെ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മുള്ളൂർക്കരെ നിങ്ങൾ നല്ലോണം വയല് പറയുന്ന മൊയ്ലിയാരാണ്, നിങ്ങളത് നിസ്സാരമായിട്ട് കണക്കൂട്ടണ്ട കേട്ടോ. ഈ വയലിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മർക്കസു ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് വയലുകൊണ്ടാണ്. ഉസ്താദ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ ഈ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളും വയലുകൊണ്ടുണ്ടാക്കിയതാണ്. മഹാനായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രബോധനത്തിലെ ഏറ്റവും വലിയ പ്രബോധനം വയലായിരുന്നു. അതുകൊണ്ടാണ് ഖാദിയാർ മുഹ്തിമാർ നോക്കിയാൽ കാണാം, 40 വയല് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 40 വയല് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 90 കൊല്ലം ഹയാത്തോടെ ജീവിച്ച മഹാൻ 40 കൊല്ലം ഇടതടവില്ലാതെ വയല് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. എന്നാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ആദ്യകാലത്ത് വേണ്ടുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്താനും വയല് പറയാനും നാവ് വേണ്ടുന്ന രൂപത്തിൽ ചലിക്കണില്ല. വയല് പറയണമെങ്കിൽ ഓർമ്മശക്തി നല്ലോണം വേണം, വാക്കുകൾക്ക് ക്ഷാമം പാടില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് ഈ കഴിവ് കുറവായിരുന്നു. അപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കംപ്ലൈന്റ് പറഞ്ഞ് ആരോടാന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ്. എൻ്റെ വല്ലുപ്പയായ നബിയെ, എനിക്ക് വയല് പറയാനുള്ള തൗഫീഖ് തരണം യാ റസൂലല്ലാഹ്. എൻ്റെ നാവൊന്ന് നന്നാക്കി തരണം യാ ഹബീബല്ലാഹ്. ഒരു ദിവസം രാത്രി ഉറങ്ങണ സമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുമ്പിലേക്ക് അതായി ഇറങ്ങി വരികയാണ് ആര്യ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പിന്നാലെ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ മുമ്പ് വരുന്നു അബൂബക്കറുൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരും ഹബീബായ തങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിൽ വരികയാണ്. റസൂലുള്ള മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മോനെ അബ്ദുൽ ഖാദിറെ, നീ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞില്ലേ നിനക്ക് വയല് പറയാൻ പറ്റണില്ല എന്ന്, അതുകൊണ്ട് വാ തുറക്ക് എന്ന് പറഞ്ഞു. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വാങ്ങ് തുറന്നപ്പോൾ ഖാദിയാരുടെ മൊയ്തിമാല അതാണ് പറഞ്ഞത്, ബേദം ഇളകിപ്പ റവാൻ മാടിച്ചാരെ ബേദാംബാവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വായിലേക്ക് ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് തുപ്പ് നീരിങ്ങോട്ടെടുത്തു. മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ നാവുമ്മത്തെച്ചു. 1, 2, 3, 4, 5, 6, 7 വട്ടം ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തുപ്പ് നീരെടുത്തിട്ട് മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ നാക്കും അങ്ങനെ റസൂലുള്ള തേച്ചു കൊടുത്തു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ വായിൽ ഇറക്കി. ഹബീബായ തങ്ങളുടെ തുപ്പ് നീരൊക്കെ ഒരു മനുഷ്യൻ്റെ വായ കിട്ടിയാൽ ഇതിനും വലിയൊരു തൗഫീഖിന് പറയാനുണ്ടോ? അല്ലാഹ്, സ്വഹാബത്ത് അതിനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ്. മുഹ്യിദ്ദീൻ ശൈഖിന് 7 വട്ടം തേച്ചു. പിന്നാലെ വന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മോനെ വാ തുറക്ക് പറഞ്ഞു. ആരോട്? മുഹ്യിദ്ദീൻ ശൈഖിനോട് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 6 വട്ടം തേച്ചു. പിന്നാലെ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ വാ തുറക്ക് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 5, സിദ്ദീഖ് 6 റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7. മുഹ്യിദ്ദീൻ ശൈഖ് വിട്ടില്ല. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു, അല്ല അബൂബക്കർ സിദ്ദീഖ് എന്നോരെ, ഉമർ ഫാറൂഖ് എന്നോരെ, എൻ്റെ വല്യുപ്പം മുത്തുനബി 7 വട്ടം തേച്ചപ്പോൾ നിങ്ങൾ എൻ്റെ 6 ആക്കിയത്, നിങ്ങൾ 6 തേച്ചപ്പോൾ ഉമർ ഖത്താബ് എന്തേ 5 ആക്കിയത്? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അല്ലാഹുവിൻ്റെ റസൂലിനെ ഓവർടേക്ക് ചെയ്യാൻ അദബാണ് പാടില്ല. റസൂലുള്ള നിന്ന് ഖുതുബ നിർവഹിച്ച മദീനയിലെ പള്ളിയുടെ മിമ്പറിൻ്റെ മുകളിൽ മരിക്കുന്നത് വരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുമ്പോൾ ഹബീബായ തങ്ങൾ ഖുതുബ നിർവഹിച്ച മിമ്പറ ഇന്നും മദീനത്തെ പള്ളിയിൽ നമുക്ക് കാണാം.
അതൊക്കെ കാണാനും അവിടെ പോയി 2 റക്അത്ത് നിസ്കരിക്കാനും ചുരുങ്ങിയ നിലക്കൊന്ന് ഇത്തിക്കാഫിരിക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മിമ്പറിൻ്റെ മുകളിൽ റസൂലുള്ള നിന്ന സ്ഥലത്തിൻ്റെ മുകളിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ ഖുത്ബ നിർവഹിക്കാൻ കയറിയപ്പോൾ ഹബീബായ തങ്ങൾ നിന്ന മിമ്പറിൻ്റെ മുകളിൽ ചവിട്ടിയില്ല. ആ നബി തങ്ങൾ നിന്ന ഒരു സ്റ്റെപ്പിൻ്റെ ചോടെ നിന്നിട്ടാണ് സിദ്ദീഖുൽ അക്ബർ ഖുത്ബ ഓതിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നീട് 2ാമത്തെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തുകൊണ്ട് ഖത്തീബായി ഖുത്ബ നിർവഹിക്കാൻ കയറിയപ്പോൾ റസൂലുള്ള നിന്ന സ്റ്റെപ്പിൻ്റെ മുകളിലും തൊട്ടില്ല, സിദ്ദീഖുൽ അക്ബർ നിന്ന സ്റ്റെപ്പിന്മേൽ തൊട്ടില്ല. അതിൻ്റെ നേരെ ചോട്ടിലെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഖുത്ബ നിർവഹിച്ചത്. ഇന്ന തസവ്വുഫ കുല്ലഹു ഫമിനൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അവ്വിലാ. അദബാണ് ഏറ്റവും വലിയ കുരുത്തം, അദബാണ് ഏറ്റവും വലിയ പൊരുത്തം, അച്ചടക്കമാണ്, ഡിസിപ്ലിനാണ് ഇസ്ലാമിൻ്റെ ആകത്തുക. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, മോനെ അബ്ദുൽ ഖാദിറെ, മുത്തുനബി ഏഴാക്കിയെങ്കിൽ ഹബീബായ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ അത് 6ആക്കിയപ്പോൾ സിദ്ദീഖുൽ അക്ബറിനോടും ഹബീബായ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാനത് 5ആക്കിയതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ റൗളയിലേക്ക് പോയാൽ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഖബറാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഖബർ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഖബറാണ് ഉമർ ബിൻ ഖത്താബിൻ്റെ ഖബർ. ഈ 3 ഖബറാണ് മദീനയിൽ നമ്മൾ സലാം പറയാൻ പോകുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഈ ഖബറിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നറിയോ? നമ്മൾ മദീനത്ത് ചെല്ലുമ്പോൾ വലിയ വട്ടക്കണ്ണിയുടെ നേരെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അതിൻ്റെ അപ്പുറത്ത് കുറച്ചങ്ങനെ നീങ്ങിയ ഒരു ചെറിയ വട്ടക്കണ്ണിയുണ്ട്, പിച്ചളയുടെ വട്ടക്കണ്ണി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന് തൊട്ടപ്പുറത്ത് തന്നെ കാണാൻ ഒരു റൗണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പം നമ്മൾ വിചാരിക്കും മുത്തുനബി കിടക്കണേ ഇവിടെ 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 ഇങ്ങനെ 3 ആളും ഇങ്ങനെ വരി വരിയായിട്ടാണ് കിടക്കണത്. എന്നാ പൊസിഷൻ അങ്ങനെയല്ല കേട്ടോ, കിതാബിൽ നോക്കിയാൽ കാണാം. ഹബീബായ തങ്ങളുടെ റൗദാ ഷരീഫില് ഹബീബായ തങ്ങളുടെ ഖബർ ഷരീഫ് ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഖബറിന്റെ അവിടെ നിന്ന് 3 അടി കീഴ്പോട്ടിറങ്ങിയിട്ടാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറുള്ളത് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറിൽ നിന്ന് 3 അടി കീഴ്പോട്ടിറങ്ങിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഖബറുള്ളത്. അദബോടെ അവിടെ കിടക്കുന്നത്. ഗുരുത്വം അദബാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയാണ്, ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തുപ്പുനീര് എന്റെ വായെ വന്നതിന്റെ ശേഷം പിന്നെ എനിക്ക് വാല് പറയാൻ ഒരു തടസ്സമില്ല. ഓതിയത് ഓതാത്തതോ എല്ലാ കിതാബും ഇങ്ങനെ കീഴറിയല്ലേ കേട്ടോ. അങ്ങനെയുണ്ട് ചില മഹാന്മാർക്ക് ഓതിയ കിതാബൊന്നല്ല. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ഉസ്താദിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. ആമീൻ. ഉറക്കെ ആമീൻ പറയുമ്പോൾ ഉസ്താദിന്റെ പൊരുത്തം നൽകട്ടെ. ആ മഹാന്റെ ദർജ അള്ളാഹു ഉയർത്തട്ടെ. ആ മഹാന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി നമ്മൾ പറയുന്ന ഒരു വാചകമാണ്, ഓതിയത് ഓതാത്തത് ഒരുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാ കിതാബും കാണാതെ കിട്ടും. ഇതൊരു തൗഫീഖ്, വല്ലാത്ത കുരുത്താണത്. അത് ലദുന്യയായ ഇൽമുള്ള ആളായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്, വലിയാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആൾ എന്നാണ് പണ്ഡിതന്മാർ കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ മശായിഖന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ ഈ ദർജ കിട്ടാനുള്ള കാരണം ഹബീബായ തങ്ങളോടുള്ള ഹുബ്ബും അവിടുത്തെ സലാത്ത് മുറുക്കെ പിടിച്ചു. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ആരാണ് എന്താണ് എന്ന് പറയാൻ ഈ ഒരു കൊച്ചു സമയം പോരാ കേട്ടോ, കൊച്ചു സമയം പോരാ. ഇഫായിമാലെന്ന് കേൾപ്പിക്കാൻ നിങ്ങൾ. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാറഹിമദ് കബീർ എന്ന് ചൊന്നോവർ. ഈ ഒറ്റ വരി പോരെ കറാമത്തിന് തെളിവ്. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാറഹിമദ് കബീർ എന്ന് ചൊന്നോവർ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ അവിടുത്തെ ഉമ്മ ഗർഭം ധരിച്ച സമയം ഉമ്മാടെ കൂട്ടുകാരത്തികളായ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു പെണ്ണ് ഗർഭിണിയായാൽ മറ്റു പെണ്ണുങ്ങൾ അവളെ ഒന്ന് കളിയാക്കും, ഒന്ന് തമാശയ്ക്കും, ഒന്ന് കൊച്ചാക്കും. പഴയ കാലത്തൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് ഗർഭമുള്ള വിവരം അറിയാലേ അവിടുന്ന് ഒന്നിരിക്കെ കിണറിൻ്റെ അടുത്ത് വെള്ളം കോരാൻ പോകുക, അങ്ങനെ പരിപാടിയൊക്കെ നടന്നു. ന്യൂ ജനറേഷൻ ലേഡീസിനൊന്നും അതറിയില്ല. പഴയ കാലത്ത് ഒരു പാളയോ
അല്ലെങ്കിൽ ഒരു കപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു ബക്കറ്റൊക്കെ ഒരു തുടിയൊക്കെ കെട്ടിയിട്ട് കിണറിലേക്ക് കുത്തിയിറക്കി ഇങ്ങനെ വെള്ളം കോരി 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 ഒരു ബക്കറ്റ് കിട്ടും. അതങ്ങനെ 2 ബക്കറ്റ് 3 ബക്കറ്റ് 4 ബക്കറ്റ് ഒരു കുടത്തിൽ വയ്ക്കും. ആ കുടമെടുത്ത് ഒക്കത്ത് വെച്ച് ഏറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം വീട്ടിൽ കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം ഉണ്ടാക്കാം. അന്ന് ടാങ്കൊന്നുമില്ല. എനിക്കൊക്കെ ഓർമ്മ വരുന്ന കാലത്ത് അങ്ങനെയൊക്കെ തന്നെ. ഇരിക്കുന്ന വലിയ കാരണന്മാരുടെ കാലത്ത് അതിൻ്റെ അപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു വിശേഷം പെണ്ണുങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു സാഹചര്യം അന്നിങ്ങനെ വയലിന് വരുന്ന കാലഘട്ടം ഇങ്ങനെ കിട്ടുന്ന വേദിയൊക്കെ കുറവാണ്. അപ്പൊ കിട്ടുക ഒന്നിക്ക് കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ പോയാ, അല്ലെങ്കിൽ വല്ല കല്യാണ വീട്ടിൽ പോയാൽ ഇവരൊക്കെയല്ല സ്ത്രീകൾ കാണുക, സ്ത്രീകൾ തമ്മിൽ കാണുക അവളാണ്. അപ്പൊ ഒരിക്കൽ വെള്ളത്തിന്റെ അടുത്ത് ചെന്നപ്പോ, കിണറിന്റെ അടുത്ത് ചെന്നപ്പോ റിഫായി ഷൈഖിന്റെ ഉമ്മ റിഫായി ഷൈഖ് തങ്ങളെ ഗർഭം ധരിച്ചിരിക്കുകയാണ്, വയറൊക്കെ വീർത്തിട്ടുണ്ട്. ആ കൂടെയുള്ള പെണ്ണുങ്ങൾ തമാശയാക്കാൻ ചോദിച്ചതാ, അല്ല അനക്ക് വിശേഷം ഉണ്ടില്ലേ? ഉണ്ട്. വയറ്റിൽ ആണ പെണ്ണ? നാടൻ ചില സ്ത്രീകൾക്ക് പഴയ കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ 3 മാസം കഴിഞ്ഞാൽ കുട്ടി ആണാ പെണ്ണാന്നറിയാൻ ഒരൊറ്റ സ്കാനിങ് മതി. പക്ഷെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അത് മമ്നുവാ. ചെയ്താൽ ഡോക്ടർ ഉള്ളിലാവും, റേഡിയോളജിസ്റ്റ് ഉള്ളിലാവും, അങ്ങനെ നിയമമുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ അറിയാൻ പറ്റും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. 3 മാസം കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ അതൊന്നും ടെക്നോളജി ഒന്നും വികസിക്കാത്തൊരു കാലത്ത് പല അടയാളം പെണ്ണുങ്ങൾ പഴയ കാലത്ത് പറയും, കുട്ടി ആണാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും, പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, പലതും. അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിലൂടെ പറയുന്നില്ല. അപ്പൊ റിഫായി ഷൈഖ് റളിയല്ലാഹു അൻഹു ഗർഭം ധരിച്ച സമയത്ത് റിഫായി ഷൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കിയിട്ട് പറഞ്ഞു, വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഒരു കുട്ടി, ആണാണോ പെണ്ണാണോ? ചിലർ കളിയാക്കിയിട്ട് പറഞ്ഞു അത് പെണ്ണെന്നെ. ചില പെണ്ണുങ്ങൾ പറഞ്ഞു അല്ലല്ല അത് ആണെന്നെ. ഉമ്മാക്ക് വല്ലാത്ത ബേജാറായി, റിഫായി ഷൈഖിന്റെ ഉമ്മാക്ക് വിഷമായി. പടച്ചോനെ, എൻ്റെ വയറ്റിലുള്ളത് എന്ത് കുട്ടിയാ റബ്ബേ, ഈ പെണ്ണുങ്ങൾ എന്നെ വല്ലാതിട്ട് മക്കാറാക്കുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോഴാണ് വയറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, അന അഹ്മദൽ കബീർ റിഫായി, എൻ്റെ പേര് അഹ്മദ് അൽ കബീർ എന്നാണ്. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാർ അഹ്മദ് കബീർ എന്ന് ചൊന്നോവർ പശമേറും രാവിൽ നടന്നങ്ങ് പോവുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഇത്ര വലിയ കറാമത്ത് കാണിച്ച മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹ്മദ് അൽ കബീർ റിഫായി. സുഹൃത്തുക്കളെ, അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആയാലും ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആയാലും സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ആയാലും ഖുത്ബുൽ സമാൻ സയ്യിദ് അലവിയിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് തങ്ങളായാലും ഖുത്ബുൽ ആലം വലിയുല്ലാഹി സിയം അബൂബക്കർ മുസ്ലിയാർ ഉപ്പാപ്പ തന്നെയായാലും ഈ കിടക്കുന്ന കുഞ്ഞുട്ടി മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് തങ്ങളായാലും ഇവരൊക്കെ ഇത്ര വലിയ ദറജയിലെത്താനുള്ള കാരണം ഒറ്റ കാരണം. മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇത്ര വലിയ ആളാവാനുള്ള കാരണം ഒറ്റ കാരണം. റിഫായി ഷെയ്ഖ് ഈ ദറജ എത്താനുള്ള കാരണം ഒറ്റ കാരണം. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ റൗളന്റെ മുമ്പിൽ ചെന്നിട്ട് 4 വരി ബൈത്ത് ചൊല്ലിയപ്പോൾ അടച്ചിട്ടിരുന്ന റൗളയുടെ പൂട്ട് പൊട്ടുകയും ആ വാതിൽ താനെ തുറക്കുകയും ചെയ്ത വലിയ കറാമത്ത് കാണിച്ച വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ ദറജയിലെത്താനുള്ള കാരണം ഒന്ന്. ആ കാരണം മൊയ്തീൻ ഷെയ്ഖിന്റെ, റിഫായി ഷെയ്ഖിന്റെ, ഉമർ ഖാദിയുടെയും ഖുത്ബുസ്സമാന്റെ, മടവൂരി പാപ്പാടെ, ഈ പാപ്പാടെ ഒക്കെ കാരണം ഒന്നാണ്. ഈ പാപ്പാക്ക് സുൽത്താൻ എന്ന് പേരിട്ടത് ആരാന്നറിയോ മോനെ? ആരാ? മുഹമ്മദേ? നമ്മൾ പഠിച്ചേക്കണം. നമ്മൾ എന്തായാലും ഉപ്പാപ്പാടെ ആൾക്കാരാ, എന്തായാലും പഠിച്ച. ഈ പാപ്പാക്ക് കുഞ്ഞുമുട്ടി എന്ന് വാപ്പിയും ഇട്ട പേരാ. സുൽത്താൻ എന്നാരാ പേരിട്ടത്? ഔലിയാക്കൾ ഇട്ടതാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൃത്യമായ ചരിത്രം ഇന്നലെ എനിക്ക് കിട്ടി. ഞാൻ ഓരോ ദിവസവും ഈ മഹാനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് ഒരു വലിയ മഹാനുണ്ട്. കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ കേട്ടിട്ടും കണ്ടവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തില്. ആ മഹാൻ പറഞ്ഞതാണ് കുഞ്ഞുട്ടി മസ്താനെ നോക്കിയിട്ട്, ഇത് കുഞ്ഞുട്ടിയല്ലടോ, ഇത് സുൽത്താനാണ്. സുൽത്താൻ, ഔലിയാക്കളുടെ ഇടയിൽ സുൽത്താൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്ഥാനമാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം. ഔലിയാക്കളുടെ ഇടയിലെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ ഇടയിലെ രാജാവ്, നമ്മുടെ സുൽത്താനല്ല. നമ്മുടെ ഇടയിലൊക്കെ വലിയ അഞ്ചിമീതേന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്ര വലിയ ദർജ ഈ മഹാനും
ഔലിയാക്കൾക്കും കിട്ടാനുള്ള കാരണം ഒരൊറ്റ കാരണം, അതെന്താണെന്നറിയോ? മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്, സ്വലാത്തിനോടുള്ള ഹുബ്ബ്, അതവരുടെ ഖൽബ് രൂഢമൂലമാക്കിയത് കൊണ്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് ഇത്ര വലിയ ദർജ കിട്ടിയതും റിഫായി ശൈഖ് ഈ ദർജയിലെത്തിയതും. ചരിത്രം നോക്കിയാൽ കാണാം. ആ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു, സുദീർഘമാക്കില്ല കേട്ടോ. റിഫായി ശൈഖ് തങ്ങൾ, നമ്മുടെ ചരിത്ര കഥാനായകൻ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ മദീനത്ത് ചെന്നു. റൗള ഷരീഫിന്റെ നേരങ്ങനെ നിന്നിട്ട്, ഉപ്പാപ്പയാണ് ആ കിടക്കുന്നത്, വല്യുപ്പയാണ്. വല്യുപ്പാന്റെ ഖബർ ഷരീഫ് റൗള ഷരീഫിന്റെ നേരെ നിന്നിട്ട് കണ്ണിങ്ങനെ അടച്ചിട്ട് പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ ജദ്ദി യാ റസൂലല്ലാഹ്, എന്റെ വല്യുപ്പയായ നബിയെ, അങ്ങേക്ക് ഈ പാവപ്പെട്ട പേരക്കുട്ടിയായ അഹ്മദ് അൽ കബീറിന്റെ സലാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് റിഫായി ശൈഖ് തങ്ങൾ റസൂലുള്ളാഹിന്റെ റൗളന്റെ നേരെ നിന്നിട്ടൊരു 4 വരി ബൈത്ത് ചൊല്ലി. റിഫായി മൗലിദ് എടുത്ത് നോക്കിക്കോ, ഇപ്പോഴും കാണാൻ മൗലിദിന്റെ കിതാബിലുണ്ടത്. എന്താണ് അവിടുന്ന് ചൊല്ലിയതെന്നറിയോ? ഫിഹാലത്തിൽ ബുഇദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തഹ്ളാ ബിഹാ ശഫതി. റിഫായി ശൈഖ് തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ബഗ്ദാദിലാകുമ്പോഴും ഉമ്മബൈദാകുമ്പോഴും ഇറാഖിലാകുമ്പോഴും ഞാൻ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എൻ്റെ റൂഹ് ആയി സലാത്ത് ഇങ്ങനെ ചൊല്ലി 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 ഹബീബായ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി ഹദിയ ചെയ്യാറുണ്ട്. ആ പാവപ്പെട്ട പേരക്കുട്ടിയായ, അങ്ങയുടെ ചോരേ പറന്ന പേരക്കുട്ടിയായ അഹ്മദ് അൽ കബീറിന് ഒരു ആഗ്രഹമുണ്ട്, നബിയെ, ജീവിതത്തിൽ അങ്ങയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല, സ്വപ്നത്തിൽ നിരവധി തവണ കണ്ടിട്ടുണ്ട്, പോരാ ഉപ്പാപ്പാ, സ്വപ്നം പോരാ, എനിക്ക് നബിനെ നേരിട്ട് കാണണം, ആ ഖബറൊന്ന് തുറക്കണം, എന്നിട്ട് റൗള തുറന്നിട്ട് തങ്ങൾ ഇങ്ങോട്ട് വരി ഉപ്പാപ്പാ, എനിക്ക് ഉപ്പാപ്പാനൊന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് ഉമ്മ വെക്കണം. ആരാ പറയുന്നത്? പൊന്നു പേരക്കുട്ടി അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്, അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു, രണ്ടും പറയാം കേട്ടോ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ഇത് കേൾക്കുകയാണ്. റൗളയിൽ കിടന്നിട്ട് വീണ്ടും പറഞ്ഞു, യാ ജദ്ദി യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങളെ കാണണം. വെറുതെ കാണല്ല, റൗള പിളരണം, എന്നിട്ട് തങ്ങൾ ഇങ്ങോട്ട് നീച്ചു വരണം, എന്നിട്ട് എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം, എന്റെ ആഗ്രഹമാണ്, എന്റെ ആഗ്രഹമാണ്, എന്റെ ആഗ്രഹമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു? കിതാബ് നോക്കിയാൽ കാണാം. ഫഇദൻ അഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദകുൽ മുബാറകത്തുൽ മുഅല്ലമ, അല്ലാഹുവിന്റെ റസൂൽ അതാ പെട്ടെന്ന് റൗളയങ്ങ് പിളരുകയാണ്. ആ പിളർന്ന റൗളയിലൂടെ റസൂലുള്ള കയ്യങ്ങ് പൊക്കി കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യങ്ങ് പൊങ്ങി. ഇതാര് കണ്ടു? റിഫായി ശൈഖ് തങ്ങൾ കണ്ടു. ഓടിങ്ങ് വന്നിട്ട് ആ കയ്യങ്ങ് പിടിച്ചിട്ട് ഒറ്റ ഉമ്മയാണ്. ഫതഖബ്ബല ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി, റിഫായി ശൈഖ് മുത്തനബിയുടെ കയ്യങ്ങ് ചുംബിച്ചു. ثم غابت يده സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹിന്റെ കൈ ഖബറിന്റെ ഉള്ളിലേക്ക് തിരിച്ചു പോയി. ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ലോകത്ത് ഒരു വലിയനും ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഈ കറാമത്ത്. ഖബർ ഷരീഫ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്ത് കാണിച്ചു കൊടുത്തിട്ട് തന്റെ പേരക്കുട്ടിയായ റിഫായി ശൈഖിന് മുത്താൻ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ പേരാ റിഫായി ശൈഖ്. ആ തങ്ങളുടെ മദ്ഹ നമ്മൾ ഇവിടെ പറയുന്നത്. ആ തങ്ങൾ ചില്ലറക്കാരനല്ല മോനെ. തറ വലിയ കറാമത്ത് കാണിച്ച മഹാൻ. കൂടുതൽ ഞാൻ നീട്ടിപ്പരത്തിയൊന്നും പറയണില്ല. വല്ലാതെ വയൽ പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് തോന്നും ഉസ്താദ് ഈ വയലിന് വേണ്ടി മാത്രം വിളിച്ചുകൂട്ടാണ്, സലാത്തല്ല വലുത് വയലാന്ന്. വയലും ഏറ്റവും ഖിയാമത്ത് നാൾ വരെ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആലിമീങ്ങൾ പ്രസംഗിക്കന്നെ വേണം.
ഏതെങ്കിലും പോത്താമ്പികൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ദീന് തുറന്നു പറയണം. ദീനിൻ്റെ ഹുക്കുമുകളും വിധിവിലക്കുകളും ദീനിൻ്റെ നിരോധനങ്ങളും പ്രഖ്യാപനങ്ങളും സത്യസന്ധമായി പറയണം. ദീനിൻ്റെ അഖിലുകാരെ പരിചയപ്പെടുത്തണം. ഇത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാസമായതുകൊണ്ടാണ് ഞാൻ ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് റൂട്ട് മാറിപ്പോകാത്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമല്ലാ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു ചെറിയ മുത്താലിമ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പക്ക് സുഖല്ല ഉസ്താദേ, ഉപ്പ വല്ലാത്ത ബേജാറിലാണ്, ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് രോഗമുണ്ട്, ആ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ കുറേ കുട്ടികളുടെ രക്ഷിതാക്കൾ വിദേശത്തുനിന്നും സ്വദേശത്തൊക്കെ വിളിച്ചിട്ട് ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സലാത്ത് ഗ്രൂപ്പിലൂടെ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമുക്ക് ഭക്ഷണം തരുന്നത് ചൊവ്വല്ലൂർ പണിക്കാരനായ അബ്ദുൽ ജലീൽ ഹാജിയാണ്. അദ്ദേഹം മജ്മാനിൽ ബിസിനസ് ചെയ്യുന്ന നല്ലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കാര്യമായ 25,000 രൂപ അദ്ദേഹം സംഭാവനയായി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ സലാത്ത് മജ്ലിസിലും നമുക്ക് മുടങ്ങാതെ സംഖ്യ തരുന്ന ആളാണ് നമ്മുടെ കബീർ മാഷ്ട വാപ്പ മാനു ഹാജിക്ക. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ലാ.